നിന്നും ചൊവ്വയിലേക്ക് പുറപ്പെട്ട PSLV-C റോക്കറ്റ് ചൊവ്വയുടെ പ്രതലത്തിൽ ലാൻഡ് ആയിട്ട് സേഫ് ആയിട്ട് ആയിരിക്കാണ് കേട്ടോ. ചൊവ്വയിലെത്തിയാ? എത്തി തുറക്ക. എന്നോട് നേരെ ചൊവ്വ പറ, ചൊവ്വയിലെത്തിന്ന്. വെയിറ്റ് ചെയ്യ്. വാതിൽ തുറക്ക്. ആ സ്വിച്ച് ഞെക്കണോ? ഈ സ്വിച്ചാണോ? അയ്യോ അത് ഞെക്കല്ലേ. ഈശ്വരാ, കാറ്റഴിഞ്ഞ ബലൂണെ പോലെ എന്റെ അമ്മമ്മ പോയി. മിസ്സായി. എന്താണിത്? എന്റെ കുന്തളിപ്പ്. ഭൂമി നല്ല എങ്ങൾക്ക് ഇന്നൊന്ന് അടച്ചു വെക്കാൻ പറ്റുള്ളൂ. ചൊവ്വയില് വന്ന് ഞാൻ അങ്ങോട്ട് ആർമാദിക്കും. അർമാദിക്കാൻ വേണ്ടിട്ടേ നമ്മള് വന്നത് ചൊവ്വയിലേക്ക് അല്ലാണ്ട് ഗോവയിലേക്കല്ല. എടി ലതേ, സുമേ, രാധേ, നിങ്ങളൊക്കെ ഭൂമിയിൽ ഇരുന്നോളെടി. ഞാനിതാ അവിടെ ചൊവ്വയിലാ, കണ്ടോ? ഏത് മൂട്? ചൊവ്വ മൂട്. ഏത് മൂട്? റോക്കറ്റ് മൂട്. ഏത് മൂട്? വായ മൂട്. നിങ്ങൾ എന്താ ഈ വെറ്റിലേന്റെ മോള് തേക്കുന്നേ? ഞാൻ ഓടി വന്നപ്പോ എനിക്ക് ഇതിന് ചുണ്ണാമ്പ് കിട്ടിയടാ. എന്റെ പൊന്ന് ദൈവമേ, അത് ചുണ്ണാമ്പല്ല, നിങ്ങളെ വായ പൊള്ളു. അത് ലാവയാ. ഞാൻ തൊട്ടപ്പോ കരഞ്ഞില്ലല്ലോ. പാവയാന്നല്ല പറഞ്ഞത്, ലാവയാന്നാ പറഞ്ഞത്. അതെ, നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നെന്ന് വല്ല ബോധമുണ്ടോ? ഉണ്ട്. 40-40 വയസ്സായി ഈ മുണങ്ങന്. ഒരു ഭൂമിയിൽ നിന്ന് പെണ്ണ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഏലിയത്തി പെൺകുട്ടീനെ ഇവിടുന്ന് ആപ്പിക്കൂടെ വളച്ച് സെറ്റാക്കി പോളെ പെണ്ണ് കാണാൻ വന്നതാ. അയ്യോ, ഇവന്റെ അമ്മയ്ക്കും അച്ഛനും ഈ കല്യാണത്തിന് യാതൊരു വിധ താല്പര്യവും ഇല്ല. എന്നാ പിന്നെ നിങ്ങളും എന്തിനാ അങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി വന്നേ? ഞാനിപ്പോ ഇതൊക്കെ കാണണെങ്കിലേ കാലന്റെ കൂടെ റിട്ടേൺ ടിക്കറ്റ് വരുമ്പോഴേക്കും അതിന് പറ്റുള്ളൂ. അതെ അതെ അതെ, ഒരു കാര്യം പറയട്ടെ, ഭൂമിയിൽ എനിക്ക് മാത്രല്ല ഒരുത്തനും പെണ്ണ് കിട്ടുന്നില്ല. ഞാനൊരു സയന്റിസ്റ്റാ. ഡെന്റിസ്റ്റാ? സയന്റിസ്റ്റാ. സയൻസ് കിസ്സാ. ഓ, അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന മെറ്റലും ഇരുമ്പൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ. അയ്യോ, അദ്ദേഹം KSRTC വിറ്റോ? ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചതാ. അല്ലേലും എനിക്ക് അപ്പോഴേ അറിയണു ഇവിടെ രാത്രി കച്ചവടം തുടങ്ങാൻ അവൻ അങ്ങോട്ട് വിട്ടേന്ന്. അമ്മമ്മേ, എന്റെ പ്രൊഫഷനെ പറ്റി കളിയാക്കിയാണ്ടല്ലോ. അറിയാലോ, 5 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ റോക്കറ്റ്. ഈ റോക്കറ്റ് എന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യ. പണ്ട് മൂപ്പര് റോക്കറ്റ് ഉണ്ടാക്കി എന്റെ തലയിലേക്ക് എറിഞ്ഞു കൊണ്ടതാ ഞാൻ എന്റെ വീട്ടിലെത്തിയത്. ഓ, എന്റെ അപ്പൂപ്പനും ഞാനും നല്ല സ്നേഹത്തിലായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു. രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു. പിന്നെ ഞാൻ കൂട്ടാതെ അങ്ങോട്ട് പോയില്ലേ. അല്ല അല്ല, കണക്ക് ശരിയല്ലല്ലോ. നമ്മള് വീടിന്റെ മുറ്റത്ത് 5 നെല്ലിമരം ഉണ്ട്. എന്താ ഞാൻ ഒറ്റയ്ക്ക് നട്ട നെല്ലി മുളയ്ക്കൂല്ലേ? അല്ല പിന്നെ ഇമ്പൾ ഇങ്ങോട്ട് വന്നത് ഈ വണ്ടിയിലല്ല. എനിക്ക് ആ രാജേഷിന്റെ ഓട്ടോറിക്ഷ വല്ലതും വിളിച്ചാ പോരേനെ. അപ്പാണ്ടവൾ 1500 രൂപയ്ക്ക് ഇവിടെ എത്തിക്കൂലേ? ചൊവ്വയിലേക്ക് ഓട്ടോറിക്ഷയോ? കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഉമ്മളത്തൂരല്ലേ? അല്ല, വയറ്റില. എനിക്ക് വയ്യ. അല്ലേലും ഒരു ടൂറ് പോവേണ്ട വണ്ടിയാണോ അത്? അയ്യോ, ചൂടെടുത്തതിന് ഒരു ഫാനില്ല, ഒരു സിനിമ വെക്കൂല ടിവിയില്. ഒക്കെ പോട്ടെ, ഇതിനകത്തൊരു വേൽമുരുക പാട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ടൂർ വണ്ടികൾ ആരെ കണ്ടിട്ടോ? എന്തായാലും സേഫ് ആയിട്ട് ഇവിടെ എത്തിയില്ലേ? ഒക്കെ പോട്ടെ, മൂത്രമൊഴിക്കാൻ പറ്റാതെ ഉടുമ്പ് നിൽക്കുന്ന പോലെ അള്ളി പിടിച്ചാ ഞാൻ ഇതിന്റെ അകത്ത് നിന്നറിയോ? എനിക്കറിയാ എന്താ ഇതിന്റെ അകത്ത് കക്കൂസ് ഇല്ലാത്ത എനിക്കറിയാം. എന്താ ഈ കക്കൂസിന്ന് വെള്ളം വീണിട്ട് വേണം ഇതിന്റെ മൂട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഞാൻ. ദയവ് ചെയ്ത് എന്റെ കാമുക്ക് എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും പറയില്ല. പൊട്ടത്തരം. ഇപ്പൊ നമ്മളെ ചൊവ്വയിലെത്തി. ഈ പറഞ്ഞ നമ്മളിവിടെ എത്തി. എനിക്ക് ചൊവ്വയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. അതാണോ? അത് കണ്ടോ? അതാണ് ആകാശഗംഗ. അയ്യോ, എനിക്ക് കാണണ്ട. ഒരു പാവത്താത്രി കുട്ടീനെ 4 തമ്പൂരിമാര് ചേർന്നിട്ട് കുളത്തിൽ മുക്കി കൊന്നിട്ടുള്ള സിനിമ എനിക്ക് കാണണ്ട. ഓ, അത് വിനയന്റെ സിനിമ ആകാശഗംഗ. നോക്ക്, അത് കണ്ടോ? അതാണ് ഭൂമി. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരാൻ 1 വർഷം എടുക്കും. അപ്പൊ എന്റെ മൂത്ത മോൾക്ക് ഇങ്ങനെയാ ഭേദം. സുഖുവിന്റെ കൂടെ 2 ദിവസം കൊണ്ട് ഊട്ടി ചുറ്റി വന്നത്. ഇതാ ഞാൻ പറഞ്ഞത്. ഓള് വന്ന്. അതൊക്കെ എന്താ ഗ്രഹങ്ങളോ? അതാ എനിക്ക് നിങ്ങളോട് പറയല്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? സൂര്യൻ, ശുക്രൻ, ബുധൻ, ചൊവ്വ. ഒറ്റ അടിയാന്നുണ്ടല്ലോ. ചൊവ്വ കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത്. ബുധൻ കഴിഞ്ഞിട്ടാണേ ചൊവ്വ. ഇന്ന അത്ര പൊട്ടത്തിയാക്കല്ലേ. ചൊവ്വ കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, ചൊവ്വാഴ്ച പാത്രക്കാരൻ വരും, ബുധനാഴ്ച അണ്ണാച്ചി വരും, ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത്. ഞാൻ ഈ ഗൃഹത്തിന്റെ കാര്യമാണ് തള്ളയെ പറഞ്ഞത്. ഞാൻ എന്റെ ഗൃഹത്തിൽ നടക്കുന്ന കാര്യ പറഞ്ഞത്. ചിരിക്കണം കേട്ടോ, രണ്ടും കൂടെ ചെയ്യാൻ പറ്റൂല. എന്റെ പൊന്നെ, ദയവ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞു. അവൾ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയല്ലേ. ഞാൻ ശ്രമിക്കാം. അങ്ങോട്ട് നോക്കല്ലേ, ഏതൊരു ജീവി എന്നെ തിന്നാൻ വരുന്നുണ്ട്. തിന്നാനോ?
ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 80018000120. അയ്യോ, അതാ എന്റെ കാമുകി ലില്ലി. കണ്ടിട്ടൊരു ഓന്തിന്റെ ലുക്ക്. ഞാൻ കണ്ണില് ലാവി ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. അതാണ് കണ്ണിൽ എണ്ണയല്ലേ ഒഴിക്കാറ്? ഇവിടെ എണ്ണ കിട്ടൂലല്ലോ, ലാവിയല്ലേ കിട്ടുള്ളൂ. നല്ല ഫലിതം. പേടിക്കണ്ട, അത് പരിചയമില്ലാത്ത ആളെ കാണുമ്പോഴേ ഓള് സ്കാൻ ചെയ്യുന്നതാ. നമ്മുടെ MRI എടുക്കാൻ വന്നല്ല, അതിനോട് പറഞ്ഞു കൊടുക്കണം. അതെ അതെ, അതെന്റെ അമ്മമ്മയാ. അമ്മമ്മക്ക് ചൊവ്വയിലേക്ക് സ്വാഗതം ഉണ്ട് ട്ടോ. മോൻ എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട് ട്ടോ. കേട്ടോടാ, നല്ല കേരള തനിമയുള്ളട്ടം. ആട്ടോ ആട്ടോ? അപ്പൊ അതിഥികളല്ലേ നമ്മള്, അതുകൊണ്ട് ആടാൻ പറയുമായിരിക്കും. ഞാനോ ആട്ടമാ? കനകാട്ടമാ? അത്ര മതിയോ? ആയ കാലത്തെ നന്നായിട്ട് അഴിഞ്ഞാടിയതാ. ഒരു മിനിറ്റ് ട്ടോ. ആയിക്കോട്ടെ ട്ടാ. എന്റെ അമ്മമ്മക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഈ പറഞ്ഞില്ലല്ലോ. എന്താ സുഖം? ഭ്രാന്ത്. ഇവിടെ നല്ല ആശുപത്രി ഉണ്ട്, ഒരൊറ്റ ഷോക്കില് തീരൂത്. മോളെ അമ്മമ്മേ, എന്നെ അനുഗ്രഹിക്കണേ. ഓ എടാ അങ്ങോട്ടൊക്കെ 1 മീറ്റർ പാലുണ്ടടാ ഇനി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് 1 മീറ്റർ നീളല്ല നാവില്ലേ, രണ്ടും കൂടി സിങ്ക് ആയിക്കോളും. ഞങ്ങൾ രണ്ടും ഒന്ന് പറഞ്ഞിരിക്കട്ടെ. ഈ പോയിട്ട് എന്തേലും കണ്ടുപിടിക്കുക. അതിനല്ലേ ഇങ്ങോട്ട് വന്നത്? മോളെ കുന്നുംപുറത്തെ പാറൂട്ടി അസംബ്ലി ഉണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ അസംബ്ലിക്ക് പാട്ട് പാടും. അപ്പൊ അമ്മല്ലേ പറഞ്ഞത് കുന്നുംപുറത്ത് പാറ പൊട്ടി? അയ്യോ, ഈ പോയി കണ്ടുപിടിച്ചോ. എന്റെ പേരാ പറഞ്ഞത്, കുന്നുംപുറത്ത് പാറൂട്ടി. മോളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അമ്മ ഇവിടുത്തെ തൊഴിലുറപ്പിലെ ADS ആ. ആ കാണുന്ന അഗ്നിപർവ്വതം കണ്ടോ? അവിടെ തൊട വെട്ടാനോ? അല്ല, വേറെന്താ പറയില്ലേ? തടം വെട്ട. മലയാളം അറിയൂലല്ലോ. പഠിച്ചു വരുന്നേ ഉള്ളൂല്ലേ? പഠിച്ചു വരുന്നു. മോൻ ചാറ്റ് ചെയ്ത് പഠിപ്പിച്ചതായിരിക്കും. അപ്പൊ അച്ഛനോ? എനിക്ക് അച്ഛൻ ആരാന്ന് അറിയൂല. എവിടെ പോയി? ഇവിടെ ഉണ്ട്, പ്ലേറ്റ് കളിച്ചതാ. എനിക്ക് അച്ഛൻ ആരാന്ന് അറിയൂല. ഇവിടെയുള്ള aliens ഒക്കെ ഒരേപോലെയല്ലേ? അപ്പൊ വിത്ത് കുഴിച്ചിട്ടതല്ല, തെനഭാഗി ഉണ്ടായതാ. അമ്മമ്മേ, ജീവന്റെ കണിക, ജീവന്റെ കണിക. നീ അല്ലാണ്ട് വേറൊരു ജീവന്റെ കണിക. നോക്ക് നോക്ക്, ജീവന്റെ കുണുവാവ. എടാ പൊട്ട, അതിന്റെ തലയിലെ പേനടോ. വേറൊന്നും കണ്ടുപിടിക്കും. എന്റെ പൊന്നു മോളെ, ഇവ കണ്ടുപിടുത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയായിട്ട് നടക്കും. ഓൻ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു പണി സെറ്റായി കൊടുക്കണം. ഉദാഹരണം ഒരു ബാർബർ ഷോപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം. അയ്യോ, ഇവിടെ ബാർബർ ഷോപ്പ് പറ്റൂല. ഇത് ചൊവ്വല്ലേ, എന്നും അവധിയായിരിക്കും. അടുത്ത ചള്ളി. അത് പോട്ടെ, ഇതുണ്ടല്ലോ മോളെ കയ്യിലേക്ക് വെക്കണം. എന്താ അത്? ഭൂമിന്ന് ഒരുപാട് പേര് ഒപ്പിട്ട നിവേദനം അവിടുത്തെ ചൊവ്വ പഞ്ചായത്തിൽ ഒന്ന് കൊടുക്കണം. എന്താണ്, എന്തിനാ? ഭൂമിയില് ചൊവ്വാദോഷമുള്ള പെണ്ണുങ്ങളെല്ലാരും കൂടെ എഴുതി തന്നതാ ചൊവ്വാദോഷം മാറാൻ. അതൊന്ന് തീർത്ത് കൊടുക്കണം. ആദ്യം എന്റെ ചൊവ്വാദോഷം ഒന്ന് മാറട്ടെ. അമ്മമ്മേ, നിങ്ങൾ പറഞ്ഞില്ലേ ചൊവ്വയില് വെള്ളല്ലാന്ന്? കണ്ടോ, ചൊവ്വയില് ചോന്ന വെള്ള. ഉണ്ടല്ലേ? ആ പൊട്ടന്റെ സന്തോഷം കണ്ടോ? അതിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും ഞാൻ തുപ്പിയ മുറുക്കാനാണ്. സന്തോഷിച്ചോട്ടെ. എടി, നമുക്ക് ജീവിക്കേ, ഇത് മതി. എന്തിന്റെ തുപ്പലോ? ചന്ദ്രികേ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെയോമലേ. മുത്തിനു പകരം നൽകും മുന്തിരിവള്ളിയൊച്ചയെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി
ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. എന്താ ഒരു പാവം വയോധിക ഇവിടെ നിൽക്കുമ്പോ അവരിവിടെ ത്രിവേണി സംഗമം നടത്തുന്നോ? എന്തായാലും ഇതുവരെ ആയി. ഉള്ളതാവട്ടെ. മോളെ കുറച്ച് ഏലിയച്ചികളെയും കൂട്ടി അടുത്ത ഞായറാഴ്ച ഞങ്ങളെ ഒന്ന് അടുക്കള കാണാൻ വരണം. കാണിക്കാൻ പറ്റിയ സാധനം അടുക്കള. എന്താണ് അടുക്കളയ്ക്ക് കുഴപ്പം? അയ്യോ, പെണ്ണിനെ കോച്ചിപ്പിടുത്തം വന്നു തോന്നുന്നു. എന്താ പറ്റിയത്? അതെ ലില്ലി, അവിടുന്ന് ഒരു പേടകല്ലേ വരുന്നേ. ഒരു പേടകല്ലേ വരുന്നു. പോയി വണ്ടി ചാട്ടാക്ക പെണ്ണനങ്ങുന്നില്ലല്ലോ. അയ്യോ, പേടകം വരുന്നുണ്ടേ. സ്റ്റാർട്ടാവുന്നില്ല. എന്റെ കൈകൾ പൊള്ളുന്നു. നിങ്ങൾ തന്നെ ഉന്തിക്കൈ കാളവണ്ടി. അവൻ ഇടയ്ക്ക് പരസ്യം കളിക്കുന്നു. മര്യാദക്ക് ശരിയാക്കട. അയ്യോ, പേടകം വന്ന്. പേടകം. പൊട്ടിച്ച് 150 കുടുംബശ്രീ പെണ്ണുങ്ങൾ വന്ന് തളർന്നില്ലേ പാറൂട്ടി. എന്നിട്ട് അപ്പൊ ഒരു പേടകം. അടിപൊളി. എന്ത് ക്രൂരതയായി കാണിച്ചത്. എന്റെ അച്ഛനും അമ്മയും പണി കഴിഞ്ഞ് വരുന്ന പേടകല്ലേത്. എപ്പോഴും അസംബ്ലിക്ക് എവളാരും ഇവിടുത്തെ ഹെഡ് മാഷോ? ഇവിടെ 2 എണ്ണത്തിന് ചവിട്ടി താഴ്ത്താനുണ്ട്. ഇയോളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ശനിയിൽ